ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ 4ാമത്തെ പാർട്ടാണ് ഇത്. ഊട്ടിയിലുള്ള ഒരു ടീ ഫാക്ടറിയിലാണ് ഞങ്ങളുള്ളത്. മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഓരോ സൈഡിലൊക്കെ ആയിട്ട് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ കൈ കെട്ടാനായിട്ട് ഒരു ബാൻഡേഡ് പോലത്തെ സാധനം തന്നിട്ടുണ്ടായിരുന്നേ. അതിലൊരു QR കോഡൊക്കെ ഉള്ള എന്തൊക്കെയോ കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്തിനാ അത് തന്നതെന്ന് മനസ്സിലായില്ല. ഇത് എൻട്രൻസിൽ തന്നെ ഒരു ചേച്ചി നിൽക്കുന്നതാണ് കേട്ടോ. നമ്മൾ കയറി പോകുമ്പോഴൊക്കെ നമുക്ക് അവിടെ നിന്ന് ചോക്ലേറ്റ് തരും കേട്ടോ. ഫ്രഷ് ചോക്ലേറ്റാണ്. നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഫസ്റ്റ് തന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന മെഷീനൊക്കെ കാണുന്ന സ്ഥലത്താണ് കേട്ടോ. ഈ മെഷീനകത്ത് കാണുന്നത് കൊക്കോ ബീൻസാണ്. അതുപോലെ തന്നെ ഒരു സ്ക്രീനിനകത്ത് ഈ ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു ചേച്ചി അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് ഈ ചോക്ലേറ്റിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ ചുമരിലൊക്കെ ആണെങ്കിൽ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ മെഷീനും എന്തൊക്കെ ചെയ്യാനുള്ളതാണെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരണം ഇതിനടിയിൽ തന്നെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നു കേട്ടോ. ഇത് എൻ്റെ കയ്യിലുള്ളത് എനിക്ക് കയറുമ്പോൾ തന്ന ചോക്ലേറ്റാണ് കേട്ടോ. ഇവിടെ ഒരു റൂം പോലെ ഉള്ളതിൽ ഇത് കുറേ ചോക്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്തും നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു നെറ്റിനകത്ത് കുറേ തേയില ഇട്ടിട്ടുണ്ട്. ഇത് മെഷീൻ വഴി ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുള്ളതാണ് ഇത്. ചില സ്ഥലത്തൊക്കെ ഈ വേനൽക്കാലത്തൊക്കെ പോയപ്പോൾ ഞാനിങ്ങനെ ഈ പറമ്പിലൊക്കെ ഇട്ടിട്ട് ഉണക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. കുറേ തേയിലൊക്കെ. അത് ചിലപ്പോൾ ചെറുകിട കർഷകരായത് കൊണ്ടായിരിക്കാം, എന്താണെന്നറിയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ മെഷീനകത്ത് ഉണക്കുന്നത് കാണുന്നത്. കൺമണി രതീഷ് ചേട്ടൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. അവരെന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തേയില കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഒരെണ്ണം എടുത്തിട്ട് അവളെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ അവൾക്കത് മുഴുവനും വേണമെന്ന് തോന്നുന്നു. അവൾ അതെടുത്തിട്ട് എറിയുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കിൻ്റെ വിഷയം മാറ്റാനായിട്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് അവൾക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അവൾ പിന്നെ അതിലായിപ്പോയിട്ടോ. അങ്ങനെ ഞങ്ങളിതേ മുകളിലത്തെ നിലയിലേക്ക് പോവുകയാണ്. കയറുമ്പോൾ തന്നെ ഇതേ നമ്മുടെ ചായയെ പറ്റിയുള്ള ചരിത്രം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ചായയുടെ തുടക്കം എന്ന് പറയുന്നത് ചൈനയിൽ നിന്നാണ്. ഷെന്നോങ് എന്ന് പറയുന്ന ഒരു ചൈനീസ് ചക്രവർത്തി ഒരു മരത്തിന് ചുവട്ടിലിരുന്നിട്ട് വെള്ളം തിളപ്പിക്കുന്നതിനിടയിൽ അബദ്ധത്തിലൊരു ഇല വീഴുകയും ആ വെള്ളം പിന്നീട് അദ്ദേഹം കുടിക്കുമ്പോൾ അതിന് ഭയങ്കര ഒരു ടേസ്റ്റ് അനുഭവപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിന് കൃത്യമായ തെളിവൊന്നുമില്ല. ഇതൊരു മിത്ത് പോലെ പറഞ്ഞു വരുന്നതാണ്. എങ്കിലും ചരിത്രം ഇതാണെന്നാണ് വിശ്വസിക്കുന്നത്. ചായപ്പൊടി വീഴുന്നതൊക്കെ അടുത്തുനിന്ന് കാണാമെങ്കിലും ബാക്കിയുള്ള പ്രോസസ്സൊക്കെ കുറേ ദൂരെ നിന്നാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ ഇത് ഒരു മെഷീനകത്തേക്ക് എല്ലാവരും ഇങ്ങനെ തേയില വാരിയിടുന്നുണ്ട്. അത് തീരുന്നതിനനുസരിച്ച് അവരോരോ ബോക്സിലായിട്ട് കൊണ്ടുവെക്കുന്നുമുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ വാരിയിടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇത് സിജോട്ടം വാരിയിട്ട് അത് തൊട്ട് നിറകിലൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഈ നെറ്റിലിടുന്ന തേയിലേനകത്ത് ചൂടും തണുപ്പും കലർന്ന വായു കയറ്റിയിട്ട് അതിനകത്തുള്ള ജലാംശം കുറയ്ക്കുകയാണ് കേട്ടോ ഫസ്റ്റ്. പിന്നെ ഈ കാണുന്ന സ്റ്റീൽ റോളറിനുള്ളിൽ കൂടെ കയറ്റിയിട്ട് അത് ചതച്ച് ഉരുട്ടിയെടുക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതൊന്നും എൻ്റെ അറിവല്ലേ, ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചത് വായിച്ചതാണ് കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പോരാത്തതിന് ഏറ്റവും മുകളിലത്തെ നിലയിലുമാണ് നിൽക്കുന്നത്. തണുത്തിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഇതേ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ കയറി ഫോട്ടോ എടുക്കാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. ദീപക്കേട്ടനാണെങ്കിൽ തണുത്തിട്ട് ഞാനില്ല എന്നും പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണ്. അവിടെ നിൽക്കുന്തോറും തണുപ്പ് കൂടിക്കൂടി വരികയായിരുന്നു കേട്ടോ. സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ താഴേക്കുള്ള വഴിയിലേക്ക് നടന്നു കേട്ടോ. അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ ഗ്ലാസ്സിൽ ചായ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ചായ കുടിക്കാനായിട്ട് അവിടെ പറയാതിരിക്കാൻ വയ്യ. നല്ല അടിപൊളി ചായ കേട്ടോ. നമുക്ക് ഒരെണ്ണം കുടിച്ചാൽ മതിയാവില്ല. കുറച്ചുകൂടി കിട്ടിയാലോ എന്ന് വിചാരിക്കും. പക്ഷേ കിട്ടില്ല. ഓരോരുത്തർക്കും ഒരേ ഗ്ലാസ്സേ കിട്ടുള്ളൂ. ചായ എടുത്ത് നമുക്ക് കുറച്ചുകൂടെ താഴെ വന്നിട്ട് ചായ കുടിക്കാം കേട്ടോ. അവിടെ ആകുമ്പോൾ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ ചായപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ പ്രോസസ്സും കാണാം കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും താഴേക്ക് പോയി കേട്ടോ. താഴോട്ട് പോകുന്ന വഴിയിലെല്ലാം ഈ ഹിസ്റ്ററിയൊക്കെ എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ ഒരു ഷോപ്പ് പോലെയുള്ള സ്ഥലത്തെത്തി. അവിടെ ഫുള്ള് ചായപ്പൊടീൻ്റെ വെറൈറ്റികളായിരുന്നു. ജിഞ്ചർ ടീ, മസാല ടീ, ചോക്ലേറ്റ് ടീ, അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ടായിരുന്നു കേട്ടോ. അവിടെ തന്നെ ഒരു കൗണ്ടർ പോലെയായിട്ട് അവിടെ തന്നെ നമുക്ക് നല്ല ചോക്ലേറ്റ് ടീയും മസാല ടീയും ഒക്കെ കിട്ടും കേട്ടോ. അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ എത്തുന്നത് ഈ വെറൈറ്റി ചോക്ലേറ്റുകളുടെ ഇടയിലാണ് കേട്ടോ. ചോക്ലേറ്റ് മാത്രമല്ല, അവിടെ ഊട്ടി വർക്കി എന്ന് പറയുന്ന ഒരു സ്നാക്സ് ഐറ്റം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങി നമ്മൾ നേരെ കടന്ന് ചെല്ലുന്നത് അവിടുന്ന് എന്താ നമുക്ക് വാങ്ങേണ്ടതെന്ന് മനസ്സിലാവില്ല. അത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. ടോയ്സ് ആണെങ്കിലുണ്ട്, ഡ്രസ്സുണ്ട്, ചെരുപ്പുണ്ട്, കമ്മൽ, ബാഗ്,
എന്ത് ആക്സസറീസ് വേണോ എല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഒരു ഫാമിലി എൻ്റെ അടുത്ത് വന്നത്. യൂട്യൂബർ അല്ലേ, ഞങ്ങളെയും കൂടി ഒന്ന് വീഡിയോയിൽ ഇടുമെന്ന് ചോദിച്ചിട്ട് വന്നു കേട്ടോ. അവർക്കറിയില്ലല്ലോ 3, 2, 5 ആൾ മാത്രമേ ഇത് കാണുള്ളൂ എന്നുള്ളത്. പക്ഷേ അത് എനിക്കൊരു ഹാപ്പിനെസ് തന്നെയായിരുന്നു കേട്ടോ അവർ വന്നതൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണേ. അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ടാറ്റാ.